മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി 16-കാരനെ സൗഹൃദത്തിലാക്കി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ റിയാസിനെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇപ്പോൾ ഈ ഒരു 16-കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ 16-കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇടയാക്കിയത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഇത്തരത്തിലൊരു കേസ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16-കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ഒരു സംഭവം വളരെ ചർച്ചയായിരുന്നു. വലിയ രീതിയിൽ കേസ് ജില്ലയിലും വിവിധ ജില്ലകളിൽ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടന്നു വന്നാണ്. ഈ സംഭവത്തിലാണ് ഒരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ 16 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഈ ആൺകുട്ടി പലരുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ഈ സൗഹൃദം സ്ഥാപിച്ച ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പിടിയിലായവരിൽ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഈ സംഭവത്തിൽ ഒരാളെ കൂടി ഇപ്പോൾ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ബീച്ചേരിയിലെ റിയാസിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതോടെ ഈ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം അതായത് ഈ സംഭവത്തിൽ ഈ 16-കാരനെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയായിട്ടുള്ള ഗിരീഷ്, ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ PK സൈനുദ്ദീൻ, വെള്ളച്ചാലിലെ സുബേഷ്, പന്തൽ ജീവനക്കാരൻ തൃക്കരിപ്പൂരിലെ റഹീസ്, വാൽവക്കാട്ടെ കുഞ്ഞഹമ്മദ് ഹാജി, ചന്തേരയിലെ TK അഫ്സൽ, ചീമേനിയിലെ ഷിജിത്, അതുപോലെ തന്നെ നാരായണൻ, പീലിക്കോട്ടെ ചിത്രരാജൻ തുടങ്ങിയവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേറെ വിവാദമായ ഒരു സംഭവം കൂടിയാണ്. ഡേറ്റിംഗ് ആപ്പ് വഴി ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് സംസ്ഥാനത്ത് ഇത് ആദ്യ സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തറിയുന്നത് അതായത് ഈ ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. മാതാവ് പിന്നീട് ഇത്തരത്തിൽ ഈ പോലീസ് ഈ കുട്ടിയെ കൂടുതലായി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് കൗൺസിലിംഗിന് വിധേയമാക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ പരാതിപ്പെട്ടപ്പോഴാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യമായത്. വിവിധ ജില്ലകളിൽ വ്യാപകമായ പരിശോധന നടത്തി 16 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രമുഖ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ഇനിയും ആളുകൾ പിടിയിലാകാനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്ന് പുറത്തു വരുന്ന വിവരം. ശ്രീ ജോസഫ്, കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി 16-കാരനെ സൗഹൃദത്തിലാക്കി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ റിയാസിനെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.